കൊമേഴ്സ് ആചാര്യ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് MCOMൻ്റെയും തേർഡ് ഇയർ BCOMിലും പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡെസർട്ടേഷൻ ചെയ്യുന്നത് എന്നതാണ്. വളരെ സിമ്പിളാണ്. ചെറിയ ഒരു പെയിൻ എടുത്ത് കൂടുതൽ മാർക്ക് നേടിയെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെസർട്ടേഷൻ. MCOMൻ്റെ ഡെസർട്ടേഷനും BCOMൻ്റെ പ്രൊജക്റ്റും എന്ന് വിളിക്കുന്നത്. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ കൊമേഴ്സ് ആചാര്യ യൂട്യൂബ് ചാനൽ ഒരു ഇന്നോവേറ്റീവ് ചാനലാണ്. ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളും ഷോർട്ട് കട്ടുകളും ടിപ്പുകളുമായി വളരെ ലളിതമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ആദ്യം എന്താണ് റിസർച്ച്? റിസർച്ച് മീൻസ് സെർച്ച് ഫോർ നോളജ്. അറിവിൻ്റെ ഒരന്വേഷണമാണ് റിസർച്ച് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ പോയാൽ എ കെയർഫുൾ, പേഷ്യൻ്റ്, സിസ്റ്റമാറ്റിക്, diligent enquiry in some field of knowledge to establish facts or principles. അപ്പം ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുന്നതിന് വേണ്ടി കെയർഫുള്ളായ, പേഷ്യൻ്റായ, സിസ്റ്റമാറ്റിക്കായ, സയൻറ്റിഫിക്കായ, ലോജിക്കലായ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചുള്ള ഒരു എൻക്വയറിയാണ് റിസർച്ച്. അപ്പോൾ റിസർച്ച് എന്ന് വിളിക്കുന്നത് വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. സെർച്ച് ഫോർ നോളജ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കെയർഫുൾ, സിസ്റ്റമാറ്റിക്, സയൻറ്റിഫിക്, ലോജിക്കൽ, ഇൻഡെപ്ത് അപ്രോച്ച് ടു ഫൈൻഡ് ഔട്ട് സംതിങ്. ദിസ് ഈസ് കോൾഡ് എ റിസർച്ച്. അങ്ങനെയെങ്കിൽ റിസർച്ച് എന്ന് വിളിക്കുന്നത് ഡിസ്കവറി ഓഫ് ഫാക്ട്സ് ഓർ വെരിഫൈങ് ദ എക്സിസ്റ്റിംഗ് ഫാക്ട്സ്. അപ്പോൾ ഒന്നുകിൽ പുതിയൊരു കണ്ടുപിടുത്തം നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്തായിരിക്കും ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്നത് ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ല റീവെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി. ഇതിപ്പോൾ കൊറോണ കാലമാണ്. കൊറോണ കാലത്ത് കൊറോണ വൈറസിന് എതിരെയുള്ള ഇഞ്ചക്ഷൻസും മരുന്നിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുകയാണെങ്കിൽ റിസർച്ചാണത്, സയൻറ്റിഫിക് റിസർച്ചാണ്. ഇനി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസർച്ചുകളിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല. വി ഹാവ് ടു ഡീൽ വിത്ത് റിസർച്ച് റിലേറ്റിംഗ് ടു കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. അതാണല്ലോ തേർഡ് ഇയർ BCOM സ്റ്റുഡൻസിനും അല്ലെ തേർഡ് ഇയർ BBA സ്റ്റുഡൻസിനും MCOM സ്റ്റുഡൻസിനും ആവശ്യമുള്ളത്. അപ്പം റിസർച്ചിന് സാധാരണഗതിയിൽ നമ്മൾ MCOMിൽ എഴുതുന്ന ഒരു ഡെസർട്ടേഷന് അല്ലെങ്കിൽ BCOMിൽ എഴുതുന്ന ഒരു പ്രൊജക്റ്റിന് താഴെ പറയുന്ന 14 ഭാഗങ്ങളുണ്ടാവും. ആദ്യം ഞാൻ 14 ഭാഗവും ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട്, ഒന്ന് നെയിം ചെയ്തിട്ട്, പിന്നീട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിയുമ്പം വളരെ ലളിതമായി നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസർച്ച് വർക്ക് നടത്തി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊക്കെയാണ് ഈ 14 സ്റ്റേജുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെ 14 സ്റ്റെപ്പുകൾ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് വിളിക്കുന്നത് ടൈറ്റിൽ ഓഫ് ദ പ്രോബ്ലം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. 1 ടൈറ്റിൽ ഓഫ് ദ പ്രോബ്ലം, 2 എന്ന് വിളിക്കുന്നത് ഇൻട്രൊഡക്ഷൻ, 3 എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം, 4 എന്ന് വിളിക്കുന്നത് നീഡ് ആൻഡ് റെലവൻസ് ഓഫ് ദ സ്റ്റഡി, 5 എന്ന് വിളിക്കുന്നത് സർവേ ഓഫ് ലിറ്ററേച്ചർ, 6 സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി, 7 ഓബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, 8 എന്ന് വിളിക്കുന്നത് ഹൈപ്പോത്തീസിസ്. ഒന്നിലേറെ ഹൈപ്പോത്തീസിസ് ഉണ്ടെങ്കിൽ ഹൈപ്പോതെസിസ് ആണ്. 9 മെത്തഡോളജി, 10 കളക്ഷൻ ഓഫ് ഡേറ്റ, 11 ടെക്നിക് ഓഫ് അനാലിസിസ്, 12 ഓപ്പറേഷണൽ ഡെഫിനിഷൻസ്, 13 ലിമിറ്റേഷൻ, ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ് വൺ പ്രസന്റേഷൻ ഓഫ് ദി റിപ്പോർട്ട്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു MCOM ഡെസർട്ടേഷന് അല്ലെ ഒരു BCOM
പ്രൊജക്റ്റിന് നമുക്ക് കാണാതെ ഒന്നും പഠിക്കാതെ ഒരു പ്രൊജക്റ്റ് എഴുതി കൊണ്ടേ കൊടുത്ത് ഒരു ഔട്ട്സൈഡ് വാല്യൂവർ വന്ന്, റെഗുലർ സ്റ്റുഡൻസ് ആണ്, ഔട്ട്സൈഡ് വാല്യൂവർ വന്ന് വാല്യൂ ചെയ്ത് നല്ല വർക്കാവുമ്പോൾ ഫുൾ മാർക്കും കിട്ടുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. എംകോമിനാണെങ്കിൽ ഡെസർട്ടേഷൻ എന്നും ബികോമിനാണെങ്കിൽ പ്രോജക്റ്റ് എന്നും നമ്മൾ വിളിക്കുന്ന സബ്ജക്റ്റ്. ഈ 14 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 14 സ്റ്റേജുകൾ സാധാരണഗതിയിൽ ഒരു ബികോം പ്രൊജക്റ്റിനും എംകോം ഡെസർട്ടേഷനും ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് ഇനി ഈ 14 സ്റ്റെപ്പുകൾ? വളരെ ഷോർട്ട് കട്ടായി വളരെ എളുപ്പമാർഗത്തിൽ ഞാൻ പറയാൻ പോവുകയാണ്. ഒന്ന് വിളിക്കുന്നത് ടൈറ്റിൽ ഓഫ് ദ പ്രോബ്ലം. എന്താണ് ടൈറ്റിൽ ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടോപ്പിക് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ടോപ്പിക്കിനെയാണ് നമ്മൾ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ എളുപ്പത്തിൽ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ടൂറിസം അറ്റ് മൂന്നാർ ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഓഫ് കേരള, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ടൂറിസം അറ്റ് തേക്കടി, ഓർ പ്രോബ്ലംസ് ഓഫ് പിൽഗ്രിം ടൂറിസം അറ്റ് എരുമേലി ആൻഡ് ശബരിമല സന്നിധാനം, ഓർ സ്റ്റഡി അബൌട്ട് ദി ഇമ്പാക്റ്റ് ഓഫ് new economic policy upon the marketing strategies of fast moving consumer goods sector, അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, അല്ലെങ്കിൽ ഇപ്പം ദാറ്റ് മീൻസ് വി ഹാവ് ടു സ്റ്റഡി മേ ബി ദ പ്രോബ്ലം റിലേറ്റിംഗ് ടു റീപാട്രിയേഷൻ ഓഫ് NRIs ഫ്രം എബ്രോഡ് ടു ഇന്ത്യ. വിദേശത്തുള്ള ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന മലയാളികൾ ഇപ്പം തിരിച്ചു, കൊറോണ കാലമായതുകൊണ്ട് തിരിച്ചു വരികയാണെങ്കിൽ അത് കേരള ഇക്കോണമിയെ എങ്ങനെ ബാധിക്കും? നമുക്ക് വേണമെങ്കിൽ പഠനം നടത്താൻ നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്കാണ് ഇപ്പം. ഇത്രയും കാലം മാർക്കറ്റിംഗ് വിളിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം റൂറൽ ഏരിയയിലുള്ള സ്മോൾ ഷോപ്പേഴ്സ്, ചെറുകിട കച്ചവടക്കാർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡി ഒരു ടോപ്പിക്കായിട്ട് വേണേൽ ഫിക്സ് ചെയ്യാം. റോൾ ഓഫ് കൊറോണ അറ്റാക്ക് അപ്പോൺ ദി ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ ഷോപ്പേഴ്സ് ഇൻ റൂറൽ ഏരിയ വേണേൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഒരു 100,000 ടോപ്പിക്ക് നമുക്ക് കൊമേഴ്സും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് എങ്ങനെയുള്ള ടോപ്പിക്കാണ്? മേ ബി കണ്ടംപററി ഇൻട്രസ്റ്റ്, ഇന്ന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കായിരിക്കണം. കാലാകാലമായിട്ട് ഒത്തിരി ടോപ്പിക്കുകൾ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തേർഡ് ബികോമിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ തേർഡ് BBA പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ ചിന്തിക്കും, മുമ്പുള്ള വർക്കുകളൊക്കെ ഉണ്ടോ, എടുത്തു നോക്കിയിട്ട് അല്പം മാറ്റം വരുത്തി ഒരു സബ്ജക്റ്റ് ആക്കി, ഒരു ഡെസർട്ടേഷൻ ആക്കി, ഒരു പ്രൊജക്റ്റ് ആക്കി എഴുതിയേക്കാം. ശരിയല്ല. നമ്മൾ ഇന്ന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആ സബ്ജക്റ്റിനായിരിക്കും ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വായിച്ചു നോക്കണം, കുറച്ച് നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ബുദ്ധി കൂർമ്മ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നല്ല റിലവൻ്റ് ആയിട്ടുള്ള ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമുക്ക് കിട്ടും. അതാണ് കണ്ടംപററി ഇൻട്രസ്റ്റ്. രണ്ടാമതായിരിക്കും ഓൺ ഇൻട്രസ്റ്റ്. നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും, ചില മേഖല ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണൽ മാനേജ്മെന്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമുക്ക് ഇഷ്ടമാണ്, ടാക്സേഷൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ബാങ്കിങ് സെക്ടർ നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സെക്ടർ സ്റ്റുഡൻസിന് ഇഷ്ടം കാണും. പ്രത്യേക ഇഷ്ടമുള്ള സബ്ജക്റ്റും ടോപ്പിക്കും ഒക്കെ കാണും. ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്ന ചില സബ്ജക്റ്റൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ മേഖലയിൽ റിസർച്ച് വേണമെങ്കിൽ നമുക്ക് നടത്താൻ സാധിക്കും. ഇനി മൂന്നാമത്താണ് ഗ്യാപ്പ് ഇൻ ദ ഫീൽഡ്. അത് ബികോം സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലാകില്ല. ഇപ്പോഴത്തെ റിസർച്ച് ഏരിയയിലുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഒരു ടോപ്പിക് കണ്ടുപിടിച്ചാൽ, റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടോപ്പിക് കണ്ടുപിടിച്ചാൽ 50% ഡെസർട്ടേഷൻ വർക്ക് കഴിഞ്ഞു. ഇനി 50% ഉള്ളൂ. അത്രയ്ക്കും സിമ്പിളാണ്. അപ്പോൾ ഒരു ടോപ്പിക്ക് ബുദ്ധി ഉപയോഗിച്ച്, ഇമാജിനേഷൻ പവർ ഉപയോഗിച്ച്, വിഷ്വലൈസേഷൻ പവർ ഉപയോഗിച്ച്, ജഡ്ജ്മെന്റ് ഉപയോഗിച്ച് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്കിന്റെ 50% നമുക്ക് കഴിഞ്ഞു. ഇനി ഒരു ഗുഡ് റിസർച്ച് പ്രോബ്ലം എങ്ങനെയായിരിക്കണം? ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് അൺഅംബിഗ്വസ്.
ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡൗട്ട് ആൻഡ് സസ്പീഷൻ. ഒരു ടോപ്പിക് നമ്മൾ അങ്ങോട്ട് എഴുതിയാൽ, കണ്ടുപിടിച്ചാൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. സംശയം ലേശമന്യേ നമുക്കത് എഴുതാൻ സാധിക്കണം. പ്രോബ്ലംസ് ഓഫ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഇൻ കോട്ടയം ഡിസ്ട്രിക്ട് ഓഫ് കേരള, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റോൾ ഓഫ് കൊറോണ അറ്റാക്ക് അപ്പോൺ ദി സ്മോൾ ഷോപ്പേഴ്സ് ഇൻ റൂറൽ ഏരിയ, ഓർ പ്രോബ്ലംസ് ഓഫ് ടൂറിസം അറ്റ് തേക്കടി, ഓർ പ്രോബ്ലംസ് ഓഫ് പിൽഗ്രിം ടൂറിസം അറ്റ് എരുമേലി ആൻഡ് ശബരിമല സന്നിധാനം. അങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ ന്യൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഇൻഷുറൻസ് സെക്ടർ, മെഡിക്ലെയിം പോളിസീസ്, അങ്ങനെ 100,000 ഇന്നോവേറ്റീവ് ടോപ്പിക് നമ്മൾ കണ്ടുപിടിക്കാൻ സാധ്യമാകും. ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ക്ലിയർ ആൻഡ് ഡെഫിനറ്റ് വേ, ഷുഡ് ബി ഫ്രീ ഫ്രം ഡൗട്ട് ആൻഡ് സസ്പീഷൻ. രണ്ടാമത്തേക്കും ഇറ്റ് ഈസ് ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക്. ഒരു പ്രോബ്ലം വിളിക്കുന്നത് ലോജിക്കൽ ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. മൂന്നാമത് വിളിക്കുന്നത് ഇറ്റ് ഷുഡ് ബി ഫീസിബിലിറ്റി. എപ്പോഴും നമ്മൾ പ്രാക്ടിക്കബിലിറ്റിയെ പറ്റി ചിന്തിക്കണം. ഇത് പ്രായോഗികമായിട്ട് നടക്കുന്നതാണോ ഇല്ലയോ? ചിലപ്പോൾ ഉട്ടോപ്യൻ തിങ്കിങ് ഒക്കെ ആയിരിക്കും. അപ്പം എപ്പോഴും ഒരു പ്രൊജക്റ്റ് ഗൈഡ് ചെയ്യാൻ സൂപ്പർവൈസിങ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. സൂപ്പർവൈസിങ് ടീച്ചേഴ്സ് ചിലപ്പോൾ അവരുടെ പ്രാഗൽഭ്യം മുഴുവൻ കാണിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ പ്രൊജക്റ്റ് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് മെഷർ ചെയ്യുക. പ്രാക്ടിക്കൽ ഓർ നോട്ട്. പ്രാക്ടിക്കൽ ആണെങ്കിൽ നമ്മൾ ആണോ ഇല്ലയോ എന്ന് മെഷർ ചെയ്തതിനു ശേഷം മാത്രമേ ഒരു ടോപ്പിക് ഫിക്സ് ചെയ്യാവുള്ളൂ. അടുത്ത പോയിന്റ് വിളിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒറിജിനാലിറ്റി. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ഈ പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ MCOM ഡിസർട്ടേഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഒരു ഒറിജിനൽ വർക്കാണോ എന്ന് നോക്കും. കാരണം ടീച്ചേഴ്സ് വർഷങ്ങളായിട്ട് പ്രൊജക്റ്റ് ഇവാലുവേഷന് പോകുന്നവരാണ്. അവർക്ക് മിക്കവാറും എല്ലാ ടോപ്പിക്കും കാണാപ്പാടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒറിജിനൽ കോൺട്രിബ്യൂഷൻ ആണോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യും. അതുകൊണ്ട് ആസ് ഫാർ ആസ് പോസിബിൾ എല്ലാവരും നല്ല ഇന്റലിജന്റ്, സ്മാർട്ട്, കോമേഴ്സ് മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് നല്ല ഒറിജിനൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് വൺ ഈ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടതാണ് ജസ്റ്റിഫിക്കേഷൻ. ഒരു ന്യായവാദം നമുക്കുണ്ടാവണം. ഒരു ന്യായം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കണം. ഇനി അപ്പോൾ ഒന്നാമത്തെ പോയിന്റായി ഒരു പ്രോബ്ലം ഐഡന്റിഫിക്കേഷനായി. റിസർച്ച് പ്രോബ്ലത്തിന്റെ ടോപ്പിക് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ടോപ്പിക്ക് ഒത്തിരി വായിച്ചും ഒത്തിരി നമ്മൾ ഒരുപക്ഷെ അധിക പ്രസംഗമായിരിക്കും ചിലപ്പോൾ ധ്യാനിച്ചും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് റിസർച്ച് ടോപ്പിക്. റിസർച്ച് ടോപ്പിക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ 14 സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ 14 സ്റ്റെപ്പുകളിൽ ഒന്നാമതായിട്ട് എഴുതും 1.1 പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി 1.1 ഇൻട്രൊഡക്ഷൻ. അപ്പോൾ 1.1 നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ എടുത്ത ടോപ്പിക്കിനെ പറ്റിയുള്ള ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. ഈ ഏത് ടോപ്പിക്കാണോ എടുത്ത ആ ടോപ്പിക്കെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇൻട്രൊഡക്ഷൻ വിളിക്കുന്നത്. അത് 3, 4, 5 സെന്റൻസ് നമുക്ക് മതി ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അത് 1.1 ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി 1.2 എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം. എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി പ്രോബ്ലം അണ്ടർ സ്റ്റഡി. നമ്മൾ റിസർച്ച് ചെയ്യുന്ന പ്രോബ്ലത്തെ പറ്റിയുള്ള റിയൽ ഫാക്ട് എന്താണെന്ന് നമ്മൾ എഴുതി വെക്കുന്നു. 3-4 സെന്റൻസ് മതി. PhD തീസിസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1 പേജോ 2 പേജോ ഒക്കെ എഴുതേണ്ടി വരും. ഒരു BCom ഡിസർട്ടേഷൻ ആണെങ്കിൽ 4 സെന്റൻസ് മതി. ഒരു MCom ഡിസർട്ടേഷൻ ആണെങ്കിൽ 6 സെന്റൻസ് മതി. അപ്പോൾ അത്രയും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം മീൻസ് പ്രോബ്ലം അണ്ടർ സ്റ്റഡി. ഇനി മൂന്നാമത്തെ പോയിന്റ്, അതായത് 1.3 ആണ് നീഡ് ആൻഡ് റെലവൻസ് ഓഫ് ദി സ്റ്റഡി. എന്താണ് നീഡ് ആൻഡ് റെലവൻസ് ഓഫ് ദി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റിസർച്ചിന്റെ ആവശ്യം? ഇപ്പോൾ ഈ റിസർച്ചിന്റെ ആവശ്യം, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൊറോണ അറ്റാക്ക് വന്നത് കൊണ്ട് ഒത്തിരിയേറെ മൈനസ് ഉണ്ട്, എന്നാൽ 1-2 പ്ലസ്സും ഉണ്ട്. അതിൽ പ്ലസ്സിൽ ഒരെണ്ണമാണ് ലോക്കൽ ഏരിയയിലുള്ള സ്മോൾ ഷോപ്പേഴ്സിന് ഇപ്പോൾ ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്റ്റഡി ഇപ്പം നമ്മൾ നടത്തുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് നമ്മൾ ക്ലിയർ ആയിട്ട് 2-3 സെന്റൻസ് ഉപയോഗിച്ച് പല പ്രാവശ്യം ആലോചിച്ച് കാച്ചി കുറുക്കി വേണം നമുക്ക് എഴുതി വെക്കാൻ. അതാണ് നീഡ് ആൻഡ് റെലവൻസ് ഓഫ് ദി സ്റ്റഡി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി 1.4 ആണ്
സർവേ ഓഫ് ലിറ്ററേച്ചർ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഏരിയ ആണ്. സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ സെലക്ട് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഓൾറെഡി പബ്ലിഷ്ഡ് മാറ്റേഴ്സ്. ഇന്ന് നമ്മൾ IT യുഗത്തിലാണല്ലോ താമസിക്കുന്നത്, നമുക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടത് നെറ്റിലേക്ക് നമ്മൾ സെർച്ചിങ്ങിന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 1,00,000 സൈറ്റുകളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ഫാക്ട്സ് കളക്ട് ചെയ്യാം വെബ്സൈറ്റ് വഴിയോ, അല്ലെങ്കിൽ ബുക്സും ജേർണൽസും ഒക്കെ നമ്മൾ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ നമ്മൾ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ടെലിവിഷനിൽ വന്നിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ റെഫർ ചെയ്യുക. അങ്ങനെ ഓൾറെഡി പബ്ലിഷ്ഡ് മാറ്റേഴ്സ് റെഫർ ചെയ്യുന്നതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നത്. ഈ അടുത്ത കാലത്തായി റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ PhD തീസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പോലും നമ്മൾ കൊടുക്കേണ്ടി വരും. BComന് സെപ്പറേറ്റ് ചാപ്റ്ററിന്റെ ആവശ്യമില്ല. MComന് ചെല്ലുമ്പോൾ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ പോലെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എഴുതിയാൽ വളരെ നല്ലതാണ്. അപ്പൊ അതാണ് സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അഞ്ചാമത്തെ, അതായത് 1.5 എന്ന് വിളിക്കുന്ന ഏരിയ ആണ് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി. വളരെ സിമ്പിൾ ആണ്. സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി ദാറ്റ് മീൻസ് ഡീലിമിറ്റേഷൻ. എല്ലാ വർക്കുകൾക്കും ഒരു അതിർവരമ്പുകളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതിർവരമ്പുകളുണ്ട്. നമ്മൾ വീടുകൾക്കാണെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ട്, ജില്ലകൾക്കാണെങ്കിൽ ബൗണ്ടറി ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഭയങ്കര ബൗണ്ടറിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. കർണാടക ഗവൺമെന്റ് ആണെങ്കിൽ കേരള അതിർത്തി അടച്ചു, ആന്ധ്രയും തമിഴ്നാടും ആണെങ്കിൽ അത് മതിൽ കെട്ടി അടച്ചു. അപ്പൊ അങ്ങനെ ബോർഡറുകളൊക്കെ അടയ്ക്കുന്നു. അപ്പൊ എല്ലാത്തിനും ഒരു ബോർഡർ എപ്പോഴും നമുക്ക് നിർബന്ധമാണ്. ഓരോ വർക്കിനും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് എമംഗ് ഗവൺമെന്റ് എംപ്ലോയീസ് ഇൻ കോട്ടയം ഡിസ്ട്രിക്ട് ഓഫ് കേരള. അപ്പൊ കോട്ടയം ജില്ലയിലെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്. അപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് എടുത്തിട്ടില്ല, സെമി ഗവൺമെന്റ് സെക്ടർ എംപ്ലോയീസ് എടുത്തിട്ടില്ല. അപ്പൊ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് എമംഗ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് വേണേൽ നമുക്ക് എടുക്കാം. അപ്പൊ അത് ലിമിറ്റേഷൻ ആയി, കോട്ടയം ജില്ല ഒരു ലിമിറ്റേഷൻ ആയി. ഇനി സമയം വിളിക്കുന്നത് 2020, 2019 ഒക്ടോബർ മുതൽ 2020 ജനുവരി 31 വരെ ഒരു പീരീഡ് ആയി. അപ്പൊ ദിസ് ആർ 4 കോർണേഴ്സ് ഓഫ് ദ സ്റ്റഡി. ഒരു വർക്കിന്റെ 4 കോർണറുകൾ. ഈ 4 കോർണറുകൾക്കുള്ളിൽ മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. അതാണ് നമ്മുടെ റിസർച്ച് ഇൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിളിക്കുന്ന സോഷ്യൽ സയൻസ് റിസർച്ചുകളെല്ലാം പ്രത്യേകത. കാരണം ഇത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാളോട് ഇപ്പൊ വർക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നു. ഇന്നലെ ചോദിച്ചപ്പോൾ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഇന്ന് ചോദിച്ചപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഹ്യൂമനിസ്റ്റിക് ഇൻ നേച്ചർ. മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ, we can't predict with 100% accuracy about the character and caliberness of a human beings. ഒരു മനുഷ്യന്റെ സ്വഭാവം 100% കൃത്യമായിട്ട് ഈ ഭൂമിയിൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സാഹചര്യങ്ങൾ മാറുമ്പോൾ അവന്റെ സ്വഭാവങ്ങളിൽ മാറ്റം വരും. അപ്പൊ അത് ഈ നമ്മുടെ വർക്കിനും നമുക്ക് ബാധിക്കും. അതുകൊണ്ടാണ് സ്കോപ്പ് എഴുതി നമ്മൾ ഈ വർക്ക് ലിമിറ്റ് ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ അതിന് വാലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമായിട്ട് ഓർത്തിരിക്കാൻ നമുക്ക് പഴയ ലക്ഷ്മണ രേഖയുണ്ട്. ലക്ഷ്മണ രേഖ സീതയ്ക്ക് സംരക്ഷിത വലയമായിട്ട് ലക്ഷ്മണൻ വരച്ച ലക്ഷ്മണ രേഖയാണ്. ഇന്ന് പാറ്റാച്ചോക്കിന്റെ ഭാഗമായിട്ട് കാണുന്ന ലക്ഷ്മണ രേഖയല്ല. ഈ രേഖയ്ക്കുള്ളില് സീതയെ ആർക്കും ആക്രമിക്കാൻ പറ്റില്ലായിരുന്നു. ഇതുപോലെ നമുക്കും ഒരു ലക്ഷ്മണ രേഖയാണ് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്ത ഭാഗം എന്ന് വിളിക്കുന്നത് ഓബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡിയാണ്. 1.6 ഓബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി. എന്താണ് ഓബ്ജക്റ്റീവ്സ്? നമ്മുടെ പഠനങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ടു സ്റ്റഡി അബൌട്ട് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ പിൽഗ്രിം ടൂറിസ്റ്റ് അറ്റ് എരുമേലി. ക്ലിയറാ? എരുമേലിയിൽ വരുന്ന പിൽഗ്രിം ടൂറിസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണ്? കൃത്യമാണല്ലോ. കാരണം അവര് കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, ഹോം ടൂറിസ്റ്റുകളുണ്ട്, ഔട്ട്സൈഡ് സ്റ്റേറ്റ് ടൂറിസ്റ്റുകളുണ്ട്, ഫോറിൻ ടൂറിസ്റ്റുകളുണ്ട്. അപ്പം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ഓബ്ജക്റ്റീവ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വെക്കണം. അതാണ് ഓബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്ന 1.6 എന്ന് വിളിക്കുന്ന ഹെഡിൽ നമുക്ക് സാധാരണഗതിയിൽ വരുന്നത്. ഇനി 1.7 എന്ന് വിളിക്കുന്നതാണ് ഹൈപ്പോത്തീസിസ്. എന്താണ് ഹൈപ്പോത്തീസിസ്? ഹൈപ്പോത്തീസിസ് ആർ പോസ്റ്റുലേറ്റ്സ്
ഓർ അസംഷൻസ് അബൌട്ട് എ വർക്ക്. ഒരു വർക്കിനെ പറ്റിയുള്ള നമ്മുടെ അസംഷനാണ് എരുമേലിയിൽ വരുന്ന, അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തിൽ വരുന്ന, അല്ലെങ്കിൽ മലയാറ്റൂരിൽ ചെല്ലുന്ന എല്ലാ പിൽഗ്രിം ടൂറിസ്റ്റും 100% സാറ്റിസ്ഫൈഡ് ആണ്. അതൊരു അസംഷനാണ്. നമ്മൾ റിസർച്ച് വർക്ക് നടന്നു കഴിയുമ്പം ഐദർ പ്രൂവ്ഡ് ഇറ്റ് ഓർ ഡിസ്പ്രൂവ്ഡ് ഇറ്റ്. ഇതാണ് ഹൈപ്പോത്തീസിസ് എന്ന് വിളിക്കുന്നത്. പലതരം ഹൈപ്പോത്തീസിസ് ഒക്കെ ഉണ്ട്. അത് നൾ ഹൈപ്പോത്തീസ്, ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തീസ് ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഹൈപ്പോത്തീസിസ് ബികോമിന്റെ ഒരു വർക്കിന് ഹൈപ്പോത്തീസിസ് വേണമെന്ന് നിർബന്ധമില്ല. എംകോമിന് ഹൈപ്പോത്തീസിസ് ഉള്ളതാണ് നല്ലത്, ബികോമിനും ഉള്ളതാണ് നല്ലത്. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഹൈപ്പോത്തീസിസ് ആർ പോസ്റ്റുലേറ്റ്സ് ഓർ അസംഷൻസ് അബൌട്ട് എ റിസർച്ച് വർക്ക് ബിഫോർ ഇറ്റ് സ്റ്റാർട്ട്സ്. ഒരു വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പേ കേരളത്തിലെ ഗവൺമെന്റ് എംപ്ലോയീസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, ഒരു അസംഷൻ ആണ്. അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്, വേറെ അസംഷൻ ആണ്. അപ്പൊ അങ്ങനെ ഓരോന്നും വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തിയപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു അസംഷൻ ആണ്. ഈ അസംഷൻ ടെമ്പററി ആണ്, ടെന്റേറ്റീവ് ആണ്. റിസർച്ച് വർക്ക് കഴിയുമ്പം ഒന്നുകിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഡിസ്പ്രൂവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് വിളിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം, തെറ്റിക്കാൻ പാടില്ല. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്, ഒന്നാമത്തെ ഹൈപ്പോത്തീസിസ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത് ടു സ്റ്റഡി അബൌട്ട് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പിൽഗ്രിം ടൂറിസ്റ്റ് അറ്റ് എരുമേലി ആൻഡ് സന്നിധാനം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റീവിന് ചേർന്ന റിലേഷണൽ ഹൈപ്പോത്തീസിസ് ആണ് ഒന്ന്. അപ്പൊ ഹൈപ്പോത്തീസിസ് എന്നുമ്പോൾ ഒന്നാമത്തെ ഹൈപ്പോത്തീസിസ്, there were significant problems faced by the pilgrim tourists at എരുമേലി and സന്നിധാനം. ക്ലിയർ ആയി? ഒബ്ജക്റ്റീവ് ഒന്ന്, പിൽഗ്രിം ടൂറിസ്റ്റുകള് എരുമേലിയിലും ശബരിമല സന്നിധാനത്തും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഒന്നാമത്തെ ഹൈപ്പോത്തീസോ, അവിടെ പ്രോബ്ലം ഉണ്ട് അല്ലെ ഇല്ല എന്ന് എഴുതുക. അപ്പൊ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, ഒന്നാമത്തെ ഹൈപ്പോത്തീസിസ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, രണ്ടാമത്തെ ഹൈപ്പോത്തീസിസ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്, മൂന്നാമത്തെ ഹൈപ്പോത്തീസിസ്. കാരണം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അനാലിസിസ് ഓഫ് ഡേറ്റ എടുക്കുമ്പം ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ടും ഓരോ സെഷൻ തിരിച്ച് നമുക്ക് അനലൈസ് ചെയ്ത് പോകേണ്ടതാണ്. ഇനി 1.8 എന്ന് വിളിക്കുന്നതാണ് അതിന്റെ കോർ, മെത്തഡോളജി. Methodology is a scheme of action we follow for the purpose of collection and analysis of data. ഡേറ്റ അനലൈസ് ചെയ്യുന്നതിനും ഡേറ്റ കളക്ട് ചെയ്യുന്നതിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്കീമാറ്റിക് ആണ്. ആ സ്കീമിനാണ് നമ്മൾ മെത്തഡോളജി എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്ത് തന്ത്രമാണ്? അപ്പോൾ വൈഭവസിക്ക് വെച്ച് ചെല്ലുമ്പോൾ ചോദിക്കും, വാട്ട് ഈസ് എ മെത്തഡോളജി വി അഡോപ്റ്റഡ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ടാക്സ് പ്ലാനിങ് പ്രാക്ടീസസ് എമംഗ് എംപ്ലോയീസ് അറ്റ് കോട്ടയം ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് സപ്പോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോട്ടയം ജില്ല എടുക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ 5 താലൂക്കുകളുണ്ട്. 5 താലൂക്കുകളിൽ നിന്നും നമുക്ക് മൊത്തം എടുക്കാൻ പറ്റുകയില്ല. കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയം, മീനച്ചിൽ, വൈക്കം, 5 താലൂക്ക്. ഈ 5 താലൂക്കിലും പോയി മുഴുവൻ ഗവൺമെന്റ് എംപ്ലോയീസിനെ എടുത്ത് നമുക്ക് പഠനം നടത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ താലൂക്കുകളിൽ നിന്നും സാമ്പിൾ കണക്കിന് നമ്മൾ റെസ്പോണ്ടൻസിനെ എടുക്കും. അപ്പൊ എന്ത് സ്കീമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഇത് സ്റ്റാറ്റിസ്റ്റിക്സുകാരൊക്കെ പറയുന്നത്, കൊമേഴ്സുകാർ അങ്ങനെ കോമൺ ആയിട്ട് പറയാറില്ല എങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സുകാർ എപ്പോഴും പറയുന്നത് പരമ്പരാഗതമായ ഒരു എക്സാമ്പിൾ ആണ്. അമ്മമാരുടെ വീട്ടില് അരിയൊക്കെ പാകമായോ നോക്കാൻ വേണ്ടി കഞ്ഞിക്കലത്തിൽ കിടക്കുന്ന മുഴുവൻ അരിയും വാരി നോക്കുകയല്ല ചെയ്യുന്നത്. അവർ 1 അല്ലെ 2 റൈസ് മാത്രം എടുത്ത് നോക്കിയിട്ട് അത് പാകമായോ ഇല്ലയോ എന്ന് തീരുമാനത്തിലെത്തും. ഇത് സാമ്പിൾ സ്റ്റഡിയാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പം മെത്തഡോളജി എന്ന് വിളിക്കുന്നത്, മെത്തഡോളജി ആൻഡ് സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കുന്നതാണ് 1.8. എന്ത് സ്കീമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ ഡേറ്റ റെസ്പോണ്ടൻസിനെ കണ്ടുപിടിച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ടോട്ടൽ പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെ തന്ത്രം, അതിനാണ്, ആ സ്കീമിനാണ് നമ്മൾ മെത്തഡോളജി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി 1.9 എന്ന് വിളിക്കുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യണം. അപ്പൊ നമുക്കിത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യണം. 2 തരം ഡേറ്റ ഉണ്ട്. ഒന്ന് പ്രൈമറി ഡേറ്റ, രണ്ടെന്ന് വിളിക്കുന്നത് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ ഈസ് ഒറിജിനൽ ഇൻ നേച്ചർ. സെക്കൻഡറി മീൻസ് ഇറ്റ് ഈസ് ഓൾറെഡി പബ്ലിഷ്ഡ്. അപ്പൊ ഒന്ന് ഒറിജിനൽ ആയിട്ട് ഒരു റെസ്പോണ്ടന്റിന്റെ മുഖത്ത് നിന്ന് നമ്മൾ ഒറിജിനൽ ആയിട്ട് കേൾക്കുന്ന
ഒരു ഡേറ്റ, അല്ലെങ്കിൽ ഒറിജിനലായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വഴി കളക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ, അല്ലെങ്കിൽ ഒപ്പീനിയർ വഴിയോ ഒബ്സർവേഷൻ എയർ വഴിയോ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒറിജിനൽ ഡേറ്റ. ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. സെക്കൻഡ് ഡേറ്റ എന്ന് പറഞ്ഞാലോ പത്രങ്ങളിൽ, മാഗസിനുകളിൽ, ജേണലുകളിൽ, വെബ്സൈറ്റുകളിൽ, അല്ലെങ്കിൽ പബ്ലിക് ചർച്ചകളിൽ, അല്ലെങ്കിൽ വഴിയിൽ ഒരാൾ പ്രസംഗിച്ച സ്ഥലത്ത് നിന്ന് കേട്ടത്, ഇതെല്ലാം സെക്കൻഡറി ഡേറ്റ ആണ്. അപ്പോൾ പ്രൈമറി ഡേറ്റ ആണോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, സെക്കൻഡറി ഡേറ്റ ആണോ, അല്ല ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ ആണോ, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. അടുത്താണ് ടൂൾസ് ഫോർ ഡേറ്റ കളക്ഷൻ. ഈ കളക്ഷൻ ഓഫ് ഡേറ്റ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ടൂൾസ് ഫോർ ഡേറ്റ കളക്ഷൻ. എന്താണ് ടൂൾസ് ഫോർ ഡേറ്റ കളക്ഷൻ? പലതരം ടൂളുകളുണ്ട് ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ. നമ്മൾ സർവ്വസാധാരണ ഒരു ബികോമും എംകോമിലും പഠിക്കുന്ന കുട്ടികൾ അഡോപ്റ്റ് ചെയ്യുന്ന, അല്ലെ BBAയിലും MBAയ്ക്കും പഠിക്കുന്ന കുട്ടികൾ അഡോപ്റ്റ് ചെയ്യുന്ന ടൂളുകൾ എന്ന് വിളിക്കുന്നത് ഇന്റർവ്യൂ ഷെഡ്യൂൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി ഉണ്ടാക്കി, അത് ക്വസ്റ്റ്യൻസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന് പല സെക്ഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് സെക്ഷൻ എന്ന് വിളിക്കുന്ന ഒരു പ്രൊഫൈൽ ഡേറ്റ ആണ്. പ്രൊഫൈൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന വേരിയബിളിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ഇൻട്രോഡക്റ്റീവ് വർക്ക്, നമ്മൾ നെയിം ഒരു വർക്കിലും നമ്മൾ കാണിക്കാറില്ല. പല ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഇത് വ്യക്തികളോട് ബന്ധപ്പെട്ടാണെങ്കിൽ ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ്, ആനുവൽ ഇൻകം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു പ്രധാന ഭാഗത്തോട്ട് കടക്കുന്നതിന് മുമ്പേ വളരെ പെരിഫറലായിട്ട് ഒരു തുടക്കം കിട്ടാൻ വേണ്ടി നമ്മൾ തുടങ്ങുന്ന ഭാഗങ്ങളാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗമാണ് അതിൻ്റെ കോർ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. കോർ വേരിയബിൾസ് ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ പല സെക്ഷൻസ് ആയിട്ട് തിരിച്ചായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഈ പല സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഇന്റർവ്യൂ ഷെഡ്യൂളിൽ കൊടുക്കാനുള്ള കാരണം എന്ന് വിളിക്കുന്നത് അവ ഓരോ സെക്ഷനും ഓരോ വ്യത്യസ്തമായ പാർട്ടുകൾ എടുത്ത് നമ്മൾ അനാലിസിസിന് വിധേയമാക്കും. അപ്പൊ ടൂൾ ഫോർ ഡേറ്റ കളക്ഷൻ എന്ന് വിളിക്കുന്നത് എൻറ്റയർലി ഓപ്ഷണൽ ആണ്. ഓരോരുത്തർക്കും, ചിലർക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ആയിരിക്കും. ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നേരിട്ട് പോയി റെസ്പോണ്ടൻസിനെ ഇന്റർവ്യൂ ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ എരുമേലിയിലെയും ശബരിമല സന്നിധാനത്തിലെയും പ്രോബ്ലം നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ അവർ നവംബർ മാസം ആകുമ്പോഴത്തേനും ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങും. അവിടെ പോയി നിന്ന് ഡേറ്റ അവരോട് ചോദിച്ച് നമ്മൾ കളക്ട് ചെയ്യുക. അല്ല, തേക്കടിയിലെ പ്രോബ്ലം പഠിക്കാൻ പോവുകയാണെങ്കിൽ ടൂറിസ്റ്റ് സീസൺ നവംബറിലാണ് ആരംഭിക്കുന്നത്. നവംബർ ടു മെയ് ആണ് ഏറ്റവും നല്ല സീസൺ. ആ സമയത്ത് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളെയും നേരിട്ട് കണ്ട് നമ്മൾ, അല്ലെങ്കിൽ സാമ്പിൾ എടുത്ത് നമ്മൾ നേരിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇന്റർവ്യൂ ഷെഡ്യൂൾ. അല്ലെങ്കിൽ ക്വസ്റ്റിനെയർ എന്ന് വിളിക്കുന്നത് ഏറ്റവും ഈസിയാണ്. ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ചോദ്യങ്ങൾ നമ്മൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഗൂഗിൾ സർവേ ഒക്കെ ഉണ്ട്, ഗൂഗിൾ വഴി നമുക്ക് അയച്ചു കൊടുക്കാം. അയച്ചു കൊടുത്തിട്ട് അവരുടെ സമയവും സൗകര്യം ഉണ്ടാകുമ്പോൾ ആ ക്വസ്റ്റിനെയർ ഫില്ല് ചെയ്ത് നമുക്ക് തിരിച്ചയച്ചു തരും. ഇതാണ് ക്വസ്റ്റിനെയർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെയാണ് ഒബ്സർവേഷൻ എയർ, നിരീക്ഷിക്കുക. ഇപ്പൊ ചില വഴികളിലൊക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് റോഡ് ആക്സിഡൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, കോട്ടയം ജില്ലയിലുള്ള ഒരു റോഡാണ് പാലാ പൊൻകുന്നം റോഡ്. ഈ പാലാ പൊൻകുന്നം റോഡിൽ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴും ആളുകൾ മരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ പോയി നിന്ന് ഒബ്സർവേഷൻ നടത്താം. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ കടയിൽ പോയി നിന്നിട്ട് അവിടെ ഏറ്റവും മൂവ്മെന്റ് ഉള്ള റെഡിമെയ്ഡ് ഷർട്ട്സ് ഏത് ബ്രാൻഡാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഒബ്സർവേഷൻ നടത്തി നമുക്ക് കണ്ടുപിടിക്കാം. നിരീക്ഷണം, സയൻസിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വലിയൊരു ടൂളായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അടുത്ത ഒപ്പീനിയർ. എന്താണ് ഒപ്പീനിയർ എന്ന് പറഞ്ഞാൽ? അഭിപ്രായ സർവേ. ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ അഭിപ്രായ സർവേകളൊക്കെ നടത്താറുണ്ട്. അതത്ര റിലവൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഡെപ്പൻഡബിൾ ആയിട്ടുള്ള ടൂളല്ല. അപ്പം ടൂളുകൾ എന്ന് വിളിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് വിളിക്കുന്നത് ഇന്റർവ്യൂ ഷെഡ്യൂളാണ്. രണ്ടാമത്തെ ക്വസ്റ്റിനെയർ ആണ്. മൂന്നാമത്തെ വിളിക്കുന്ന ഒബ്സർവേഷൻ എയർ ആണ്. 4 വിളിക്കുന്നത് ഒപ്പീനിയർ ആണ്. ചിലപ്പോൾ നമ്മൾ കേസ് സ്റ്റഡിയും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്ന് വിളിക്കുന്നത് 1.10, അതായത് ടെക്നിക്സ് ഓഫ് അനാലിസിസ്. ഈ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി 1000 സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. ഏതൊക്കെയാണ്? വളരെ സിമ്പിൾ ടൂൾ നമുക്ക് ഉപയോഗിക്കാം. മീൻ, മീഡിയൻ, മോഡ്, സിമ്പിളാണ്. ഇൻഡെക്സ് നമ്പേഴ്സ്, ഫിഷേഴ്സ് ഐഡിൽ ഇൻഡെക്സ് നമ്പർ, ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഓർ വൺ വേ അനോവ, ഓർ ടു വേ അനോവ, ഓർ യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്, അങ്ങനെ പോകുന്ന മാൻ വൈഡ്നി യു ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, അങ്ങനെ ഇഷ്ടം പോലെ ടെസ്റ്റുകളാണ്. ഈ ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യണം.
അപ്പൊ ഇന്റർവ്യൂ ഷെഡ്യൂൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ ക്വസ്റ്റ്യൻ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഓപ്ഷൻസ് കൊടുക്കണം. 5 റേറ്റിംഗ് സ്കെയിൽ, 5 പോയിന്റ് റേറ്റിംഗ് സ്കെയിൽ ആയിരിക്കാം, ചിലപ്പോൾ 3 പോയിന്റ് റേറ്റിംഗ് സ്കെയിൽ ആയിരിക്കാം, ചിലപ്പോൾ എസ് നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതായിരിക്കും. അതാണ് നമ്മൾ 1.10 ടെക്നിക്സ് ഓഫ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി 1.11 11ാമത്തെ ഭാഗമാണ് പീരീഡ് ഓഫ് സ്റ്റഡി. ഈ വർക്കിനൊരു പീരീഡ് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിളിക്കുന്നത് വ്യക്തികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ ആണ്, സ്ഥാപനം കളക്ട് ചെയ്യുന്ന ഡേറ്റ ആണ്. ചില പീരീഡിൽ മാത്രമേ ഇതിന് റിലവൻസ് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ കൊറോണ കാലം വരുന്നതിന് മുമ്പ് ലോകത്ത് ഇന്നുവരെയും കേട്ടിട്ടില്ലാത്ത മഹാമാരിയായിരുന്നു കൊറോണ. അതിന് മുമ്പ് എല്ലാ രീതിയിലും ഭയങ്കര ഇൻഫ്ലേഷനാണ്, എല്ലാവരും നല്ല ബെറ്റർ പ്രോസ്പെക്ട്സ് ആയിട്ട് പോയിരുന്നു. പെട്ടെന്ന് എല്ലാം ഡൗൺ ആയി. അപ്പൊ ആ ഒരു പീരീഡിന് ഭയങ്കര റിലവൻസ് ഉണ്ട്. ഏത് കാലയളവിലാണ് ഈ റിസർച്ച് വർക്ക് നമ്മൾ നടത്തിയിരിക്കുന്നത്? അക്കാഡമിക് മേഖല ബികോമിനും BBAക്കും MCOM പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ മാർച്ച് 31 എല്ലാം തീരും. അപ്പോൾ അതുകൊണ്ട് മാർച്ചിന് മുമ്പേ ഉള്ള ഒരു പീരീഡ് 3 മാസം 4 മാസം 5 മാസം ഒരു പീരീഡ് വെച്ചിട്ട് വേണം ഡേറ്റ കളക്ട് ചെയ്യാൻ. ആ ഒരു പീരീഡിൽ മാത്രമേ റിലവൻസ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ആ റിസർച്ച് വർക്കിൻ്റെ ഇവാലുവേഷൻ നടക്കുന്ന പിന്നെ 2-3 മാസം കഴിഞ്ഞാണെങ്കിൽ ചിലപ്പം നമ്മൾ നടത്തിയ ആ വർക്കിന്റെ പീരീഡ് ഭയങ്കര റിലവൻ്റ് ആണ്. അതാണ് 1.11 എന്ന് വിളിക്കുന്ന പീരീഡ് ഓഫ് സ്റ്റഡി. ഇനി അടുത്താണ് 1.12 എന്ന് വിളിക്കുന്നതാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻസ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചില കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതായത് ചിലപ്പോൾ എല്ലായിടത്തും വെൽ നോൺ ആയിരിക്കും നിർബന്ധമില്ല. ഇപ്പോൾ PhD തീസിസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് വാലുവേഷൻ ഒക്കെ ഉള്ളതാണ്. MCOM BCOM ഡിസർട്ടേഷൻ ഒക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ ചില വാക്കുകളൊക്കെ നമുക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐസ് സെക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാല്യൂവർ ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും എന്താണ് ഐസ് എന്ന് പറഞ്ഞാൽ. അത് ഐസ്ക്രീം ആണെന്ന് ചിലപ്പോൾ തിരിച്ചേക്കാം. ഐസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, എന്റർടൈൻമെന്റ് പ്രൊഡക്ട്സ് വരുന്നതാണ്. അല്ലെങ്കിൽ വളരെ പോപ്പുലറാണ് വൈറ്റ് ഗുഡ്സ്, ബ്രൗൺ ഗുഡ്സ് എന്ന് വിളിക്കുന്ന ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കൺസെപ്റ്റുകൾക്ക് നമുക്ക് ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വർക്കിന്റെ പൂർണ്ണതയ്ക്ക് എപ്പോഴും നല്ലതാണ്. അതാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി 1.13 എന്ന് വിളിക്കുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി. ലിമിറ്റേഷൻ സ്റ്റഡി എന്ന് വിളിക്കുന്നത് ഈ വർക്കിന്റെ കുറവുകൾ. നമ്മൾ വർക്ക് എഴുതി വെച്ച് ഇതിനൊരു 100,000 കുറവുണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ പരീക്ഷയ്ക്ക് ഒരു മാർക്കും കിട്ടത്തില്ല. ടൈം ആൻഡ് മണി ആർ ദ മേജർ കൺസ്ട്രെയിന്റ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതുക, 1-2 സെന്റൻസ് എഴുതുക. ഇതൊക്കെയാണ് ഈ വർക്ക് പൂർത്തീകരിച്ചപ്പം എനിക്കുണ്ടായ കുറവ്. ഒന്ന് സമയമില്ലായിരുന്നു, അല്ലെങ്കിൽ പണമില്ലായിരുന്നു. അത് രണ്ടും മാത്രം നമ്മൾ എഴുതിയാൽ മതി. അല്ലാതെ ഒത്തിരി വാരി വലിച്ച് നമ്മൾ ഒത്തിരി ലിമിറ്റേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ വർക്കിന്റെ ഒരു റെലവൻസിനെ ബാധിക്കും. അതാണ് 1.13 എന്ന് വിളിക്കുന്ന. 13 എന്ന് പറയുമ്പോൾ തന്നെ അൺലക്കി നമ്പറാണ്, അതുകൊണ്ടാണ് ലിമിറ്റേഷൻ തന്നെ അവിടെ വന്നേക്കുന്നത്. ഇനി 1.14 എന്ന് വിളിക്കുന്നത് പ്രസന്റേഷൻ. ദാറ്റ് മീൻസ് സ്കീമാറ്റിക് പ്രസന്റേഷനാണ്. പല സ്കീമുകളായിട്ടാണ്, പല ചാപ്റ്ററായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇപ്പോൾ ഒരു കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വിളിക്കുന്ന ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. ഈ ഇൻട്രൊഡക്ഷൻ വരുന്ന 14 കേട്ടിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് വിളിക്കുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണോ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഏരിയ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറട്ടിക്കൽ ബാക്ക്. അത് നമ്മൾ വെബ്സൈറ്റുകളിൽ നിന്ന്, പത്രങ്ങളിൽ നിന്ന്, മാഗസീനിൽ നിന്ന്, ജേർണലിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഈ 3ാമത്തെ ചാപ്റ്ററാണ് അനാലിസിസ് ഓഫ് ഡേറ്റ. 4ാമത്തെ ചാപ്റ്ററാണ് കൺക്ലൂഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. അപ്പോൾ ഇങ്ങനെ 4 ചാപ്റ്ററായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. PhD തീസിസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 5-6 ചാപ്റ്റർ ഒക്കെ ആയിട്ട് വേണം ഡിവൈഡ് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻസ്. അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എനിവേ ഒരു BCOമിൻ്റെ ഡിസർട്ടേഷൻ 4 ചാപ്റ്റർ മതി, MCOമിൻ്റെ ഡിസർട്ടേഷൻ 4 ചാപ്റ്റർ മാത്രം മതിയാവുന്നതാണ്. ഇതാണ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബുക്കുകളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നോട്ട് എഴുതണം. എന്താണ് നോട്ട് എന്ന് പറയുന്നത്? ഏതെങ്കിലും ബുക്കിൽ നമ്മളൊരു കൊട്ടേഷൻ നമ്മൾ നേരിട്ട് എടുത്തു. ഫോർ എക്സാമ്പിൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തു, അല്ലെ ബാങ്കിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതി വെച്ചു. ബാങ്കിങ് റെഗുലേഷൻ ആയിട്ട് 1949 ഡിഫൈൻസ് ബാങ്ക്സ് ആർ അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രോം ദ പബ്ലിക്, റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, വിത്ഡ്രോവൽ ബൈ മീൻസ് ഓഫ് ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഇത് ബാങ്കിങ് റെഗുലേഷൻ ആയിട്ട് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആസ് പെർ ദ ബാങ്കിങ് റെഗുലേഷൻ 49 ബാങ്ക്സ് ആസ് നമ്പർ നമുക്ക് എഴുതാൻ പറ്റില്ല. അത് ബുക്ക് റൈറ്റിംഗ് ആണ്. ഒരു ഡെസർട്ടേഷൻ വരുമ്പം നമ്മൾ എഴുതുന്നത് നമ്മൾ ഇൻവെർട്ടർ കോമയിൽ ഈ ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്തു നമ്മൾ എഴുതി കാണിക്കണം. അപ്പോൾ ഏത് ബുക്കിൽ, ഏത് പേജിൽ, ഏത് ഓതർ, ഏത് പബ്ലിഷർ, ഇത് നമ്മൾ കൊട്ടേഷൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ
ആ നമ്പർ സൂപ്പർസ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുഡ് നോട്ടായിട്ടോ എൻ നോട്ടായിട്ടോ കാണിക്കണം. ഇങ്ങനെ പല ബുക്കുകളിൽ നിന്നും പല ജേണലുകളിൽ നിന്നും പല വെബ്സൈറ്റുകളിൽ നിന്നും ഒക്കെ കേട്ടിരിക്കുന്ന സിനിമ സ്ലൈഡ് പോലും നമുക്ക് പറ്റും. അങ്ങനെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യണം. അത് അവസാനം നമ്മൾ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കുകയും വേണം. അതിനെപ്പറ്റി വേറൊരു എപ്പിസോഡ് ഞാൻ പിന്നീട് നമുക്ക് ചെയ്യാൻ സാധ്യമാകും. അപ്പം ഇതുവരെ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ നട്ഷൽ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം. നമുക്ക് സാധാരണഗതിയിൽ 14 ഹെഡുകളാണ് നമുക്കുള്ളത്. ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പം ഈ 14 ഹെഡാണ് ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടും വരുന്നത്. 4 ചാപ്റ്ററാണ് ഉള്ളതെന്നറിയാം. ഇത് വളരെ തന്ത്രപൂർവ്വം എഴുതി പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ മാർക്ക് നമുക്ക് പോരും. വലിയ കഠിനാധ്വാനമൊന്നും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു മേഖലയാണ് ബികോം ഡെസർട്ടേഷനും എംകോം ഡെസർട്ടേഷനും അല്ലെ ബികോം പ്രൊജക്റ്റും എംകോം ഡെസർട്ടേഷനും എന്ന് വിളിക്കുന്നത്. ഇത് ലോകത്തെവിടെ പോയാലും ഈ പറയുന്ന ആ ഫ്രെയിം വർക്കാണ് ഉള്ളത്. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. ആൻഡ് ബിഫോർ ദാറ്റ്, കൊമേഴ്സ് ആചാര്യ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യണം. കാരണം ഇനിയും ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതും കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും അക്കൗണ്ടൻസിയായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഡിഫറെൻ്റ് എപ്പിസോഡ്സ് വരാനുള്ളതാണ്. അതിപ്പോൾ തന്നെ നിങ്ങൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഒരിക്കലൂടെ ഈ റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പുകൾ പറയാം. ഫസ്റ്റ് വൺ എന്ന് വിളിക്കുന്നത് നമ്മളൊരു പ്രോബ്ലമാണ് നമ്മൾ ഐഡന്റിഫൈ, ദാറ്റ് ഈസ് ടൈറ്റിൽ ഓഫ് ദ പ്രോബ്ലം. രണ്ടാമത്തെ എന്ന് വിളിക്കുന്നത് ഇൻട്രൊഡക്ഷൻ. 3 എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം ആണ്. 4 എന്ന് വിളിക്കുന്ന നീഡ് ആൻഡ് റെലവൻസ് ഓഫ് ദി സ്റ്റഡി ആണ്. 5 എന്ന് വിളിക്കുന്നത് സർവേ ഓഫ് ലിറ്ററേച്ചർ ആണ്. 6 എന്ന് വിളിക്കുന്നത് സ്കോപ്പ് ഓഫ് സ്റ്റഡി ആണ്. 7 എന്ന് വിളിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി ആണ്. 8 എന്ന് വിളിക്കുന്നത് ഹൈപ്പോത്തിസിസ്. 2 ഹൈപ്പോത്തിസിസ് ഉണ്ടെങ്കിൽ ഹൈപ്പോത്തസസ് ആയിരിക്കും. ഒരെണ്ണം ഉണ്ടെങ്കിൽ ഹൈപ്പോത്തിസിസ് ആയിരിക്കും. 9 എന്ന് വിളിക്കുന്ന മെത്തഡോളജിയാണ്. 10 എന്ന് വിളിക്കുന്ന കളക്ഷൻ ഓഫ് ഡേറ്റ. 11 എന്ന് വിളിക്കുന്ന ടെക്നിക് ഓഫ് അനാലിസിസ്. 12 എന്ന് വിളിക്കുന്ന ഓപ്പറേഷൻ ഡെഫിനിഷൻസ് ആയിരിക്കും. 13 വിളിക്കുന്നത് ലിമിറ്റേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ് വൺ, പ്രസന്റേഷൻ ഓഫ് ദ റിപ്പോർട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.